കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. പുല വാലായ്മ ഉള്ള സമയത്ത് വിളക്ക് കത്തിക്കാൻ പാടുണ്ടോ? നാമം ജപിക്കാൻ പാടുണ്ടോ? വ്രതം അനുഷ്ഠിക്കാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും ചെയ്യാം. പുല വാലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. പുല എന്ന് പറഞ്ഞാൽ പ്രാണന്റെ പോക്കിനെയും വാലായ്മ എന്ന് പറഞ്ഞാൽ പ്രാണന്റെ വരവിനെയുമാണ് കാണിക്കുന്നത്. അതായത് ഒരു ജീവൻ ഇവിടെ ഉടലെടുക്കുമ്പോൾ നമ്മളതിനെ വാലായ്മ എന്ന് പറയണു. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് വാലായ്മയാണെന്ന് പറയും. 9 ദിവസമാണ് സാധാരണയുള്ള കണക്ക്. 10ൻ്റെ അന്ന് തൊട്ട് നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ പോയി തുടങ്ങാം. പുല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അടുത്ത കുടുംബാംഗങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്നതാണ് പുല എന്ന് പറയുന്നത്. ഇത് സാധാരണയായി 16 ദിവസമാണ് കണക്കാക്കുന്നത്. അടിയന്തരം കഴിഞ്ഞു കഴിഞ്ഞാൽ 16ാമത്തെ അടിയന്തരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രങ്ങളിൽ പോവാം എന്നാണ് കണക്ക്. ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ദോഷപൂരിതമാണ്. ഭഗവാൻ ഗീതയിൽ പറയണു, ജന്മ മൃത്യു ജരാവ്യാധി ദോഷാനു ദർശനം. പണ്ട് കാലത്ത് കൂട്ടുകുടുംബമാണ്. അപ്പം നമ്മുടെ വീട്ടിലൊരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാവരെയും അത് ബാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വീടിന് അടുത്തുള്ള ആളുകളെ പോലും ബാധിക്കും. അത്രയും ഒരു ബന്ധത്തോട് കൂടിയിട്ടാണ് പണ്ട് കാലങ്ങളിൽ ആളുകൾ ജീവിച്ചു പോയിരുന്നത്. വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെപ്പോഴും ഒരു വല്ലാത്തൊരു ദുഃഖാവസ്ഥയാണ്, ഒരു ശോകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പം ഇങ്ങനെ നെഗറ്റീവാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. ദുഃഖം എന്ന് പറയുമ്പോൾ ഒരാൾ കരയണ സമയത്ത് നമുക്കവിടെ പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? അത് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും, സങ്കടം വരും. എന്തുകൊണ്ടാണ്? ആ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് ബാധിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഒരു മരണ വീട്ടിലും ഇങ്ങനെയുള്ള ഒരു ശോകമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ഒരു വ്യക്തി ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരിക്കലും ആ വ്യക്തിക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കില്ല. ആ വ്യക്തി അവിടെ ഇടപെടുന്ന സ്ഥലങ്ങളിലും ഈ വ്യക്തി ഈ നെഗറ്റിവിറ്റി തന്നെയാണ് സ്പ്രെഡ് ചെയ്യുക. ആളുകളോടൊക്കെ ദുഃഖമാണ് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്യക്തി ആ സമയത്ത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാവരും പോകുന്നത് ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാനാണ് പോണത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ വ്യക്തി പോകുന്ന സമയത്ത് ആ വ്യക്തി മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അവരിലേക്കും ഈ നെഗറ്റീവാണ് ബാധിക്കുക. അതുകൊണ്ടാണ് കുറച്ച് ദിവസം, ഒരു 10-16 ദിവസം ആ ദുഃഖം ആചരിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുത്താൽ മതി, ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ മതി എന്ന് പറയുന്നത്. അപ്പം ഇന്ന് കാലം മാറി, പല മാറ്റങ്ങളും, കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പല ആളുകളും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ദൂരങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും ഇത് ബാധകമേ അല്ല. ആ കുടുംബത്തിൽ, മരണം നടന്നിട്ടുള്ള കുടുംബത്തിൽ വീട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് കൂടുതലും ബാധകമായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് വിളക്ക് കത്തിക്കുന്നതിനോ നാമം ജപിക്കുന്നതിനോ വ്രതം ആചരിക്കുന്നതിനോ ഒന്നും മരണം തടസ്സമേ അല്ല. ഒരു വ്യക്തി മരണപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതൊക്കെ മുടക്കി നമ്മൾ ദുഃഖിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ ആ സമയത്തും നമുക്ക് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ഭഗവാനെ സേവിക്കുകയും ഭഗവത് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. ജനന സമയത്ത് അശുദ്ധിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് വാലായ്മ സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് പറയണത്. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടിയെയും അമ്മയും പരിചരിക്കുന്ന വളരെ അടുത്തുള്ള ആളുകൾക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. ആ വീട്ടിൽ താമസിക്കുന്നവർ മാത്രം. ആ വീട്ടിലല്ലാതെ വേറെ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കോ വേറെ വീടുകളിൽ താമസിക്കുന്ന ബന്ധുക്കൾക്കോ ഈ വാലായ്മ ബാധകമേ അല്ല. അവരത് നോക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് സത്യം.